അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു യുവാവ് എൻ്റെ മുറിയിൽ വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഞാൻ ചോദിച്ചു, എന്താണ്? അച്ഛാ, ഞാൻ കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, അച്ഛൻ എൻ്റെ കൂടെ ഒന്ന് പോരണം. ഞാൻ ചോദിച്ചു, എങ്ങോട്ട്? അത് എൻ്റെ ഭാര്യ വീട്ടിലേക്കാണ്. ഞാൻ ചോദിച്ചു, എന്തിന്? അല്ല, അച്ഛനൊന്നും ചെയ്യണ്ട, അവിടെ വന്ന് ചുമ്മാ അവിടെ നിന്നാൽ മതി. ഞാൻ ചോദിച്ചു, നിന്നിട്ടോ? അച്ഛൻ നിന്ന് കഴിയുമ്പോൾ ഞാൻ ഒരു സത്യപ്രതിജ്ഞ ചെയ്യും. ഞാൻ ചോദിച്ചു, എന്ത് സത്യപ്രതിജ്ഞ? ഞാനിനി ഒരിക്കലും എൻ്റെ ഭാര്യയെ തല്ലിയേല എന്ന്. അപ്പോൾ അവൾ എൻ്റെ കൂടെ പോരും. ഞാൻ ചോദിച്ചു, ഇപ്പം എന്താ സംഭവിച്ചത്? എൻ്റെ അച്ഛാ, ഞാൻ അവളെ തല്ലി, അവൾ പിണങ്ങി അവളെ വീട്ടിൽ പോയിരിക്കുകയാണ്. അവളെ മടക്കി കൊണ്ടുവരാനുള്ള വഴിയാണ് ഞാനിപ്പോൾ ആലോചിച്ച് കണ്ടുപിടിച്ച് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ അവനോട് ചോദിച്ചു, നീ ആദ്യമായിട്ടാണോ അവളെ തല്ലിയത്? അല്ല, ഇതിനു മുമ്പ് തല്ലിയിട്ടുണ്ട്. അന്ന് തല്ലിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. എൻ്റെ അച്ഛൻ ആദ്യം തല്ലിയപ്പോഴും അവൾ ഇത് തന്നെ ചെയ്തു, അവൾ പിണങ്ങിപ്പോയി. ഞാൻ ചോദിച്ചു, അന്ന് നീ എങ്ങനെ കൊണ്ടുവന്നു? അന്ന് ഞാൻ അവളുടെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചൊരു സത്യപ്രതിജ്ഞ ചെയ്തു, ഇനി ഞാൻ ഒരിക്കലും അവളെ തല്ലിയല്ലെന്ന്. അപ്പോഴേക്കും അവളുടെ അപ്പനമ്മയും പറഞ്ഞു, കണ്ടോ, അവൻ സത്യപ്രതിജ്ഞ ചെയ്തു, നീ ധൈര്യമായിട്ട് പൊക്കോടി, ഇനി തല്ലിയല്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, എന്നിട്ട് പിന്നെ നീ തല്ലിയോ? പിന്നെയും തല്ലിപ്പോയി അച്ഛാ. അന്ന് എന്ത് സംഭവിച്ചു? അന്ന് അവൾ ഇതുപോലെ പിണങ്ങിപ്പോക്കളഞ്ഞു. ഞാൻ ചോദിച്ചു, അന്ന് നീ എങ്ങനെ കൊണ്ടുവന്നു? അന്ന് ഞാൻ അവളുടെ പള്ളിയിലെ വികാരിച്ചനെ വിളിച്ചുകൊണ്ട് വന്ന് നിർത്തിയിട്ട് ഒരു സത്യപ്രതിജ്ഞ അങ്ങ് ചെയ്തു. ഹല്ലേലൂയ. അപ്പോഴേക്കും അവളുടെ അപ്പനും അമ്മയും പറഞ്ഞു, കണ്ടോ, നമ്മുടെ വികാരിച്ചന് മുമ്പിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തതാണ്, നീ ധൈര്യമായിട്ട് പൊക്കോടി, ഇനി ഉണ്ടായില്ലെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ വീണ്ടും തല്ലിപ്പോയി. ഞാൻ നോക്കിയിട്ട് വേറെ ആരെയും കാണുന്നില്ല, അച്ഛനൊന്ന് വാ. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ ഭാര്യയെ തല്ലുന്നത്? അത് ദേഷ്യം വരുന്നപ്പോൾ അറിയാതെ തല്ലിപ്പോയതാണ്. ഹല്ലേലൂയ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ അറിയാതെ തല്ലിയതാണെങ്കിൽ ഇനി തല്ലിയാലെന്ന് പറഞ്ഞാൽ ഇനിയും തല്ലും. നീ അറിഞ്ഞ് തല്ലിയതാണെങ്കിൽ ഇനി തല്ലിയാലെന്ന് പറഞ്ഞാൽ തല്ലിയല. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച്. അപ്പോൾ അവൻ ചോദിച്ചു, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. ഞാൻ അവനോട് പറഞ്ഞു, ഈ ദേഷ്യം വരുമ്പോൾ ഭാര്യയെ തല്ലുക എന്നത് നീ കണ്ടുപിടിച്ച ഒന്നാണോ? ഞാൻ അവനോട് പറഞ്ഞു, ഇത് നീ കണ്ടുപിടിച്ചതല്ല, ഇത് വേറെ ആരോ ചെയ്യുന്നത് നീ കോപ്പി അടിച്ചതാണ്. അതുകൊണ്ട് ആരെയാണ് നീ കോപ്പി അടിച്ചത് എന്ന് കണ്ടുപിടിക്കണം. അവൻ അല്പം മൗനം പാലിച്ചു നിന്നിട്ട് പറഞ്ഞു, അതെ, എൻ്റെ അപ്പന് ദേഷ്യം വരുമ്പോഴൊക്കെ അമ്മയ്ക്കിട്ട് രണ്ട് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഒരു സംശയമില്ല, നീ ആ ദേഷ്യം വരുമ്പോൾ കാണിക്കുന്നത് നിൻ്റെ സ്വഭാവമല്ല, നിൻ്റെ അപ്പൻ്റെ സ്വഭാവമാണ്. ഹല്ലേലൂയ. അപ്പോൾ അവൻ ചോദിച്ചു, ഞാനിപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഈ അപ്പനെ അമ്മയെ തല്ലിയ സംഭവമൊക്കെ ഉണ്ടല്ലോ, നീ കൊച്ചിനെ പോലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് കിടക്കുന്നത് നിൻ്റെ ഉപബോധ മനസ്സിലാണ്.
ആ സ്വഭാവമാണ് നീ ദേഷ്യം വരുമ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ട് നീയെ ഞാനിനി തല്ലിയല എന്ന് അങ്ങനെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് അത് പോയില്ല. പ്രതിജ്ഞ എടുക്കണം. ആ പ്രതിജ്ഞ സ്വാധീനിക്കുന്നത് നമ്മുടെ ബോധ മനസ്സിനെ മാത്രമാണ്. അതുകൊണ്ട് ഇത് കിടക്കുന്ന ഉപബോധ മനസ്സിലാണ്. ആ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഈ കാര്യത്തെ നീ ബോധ മനസ്സിലേക്ക് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇനി ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുത്താൽ പിന്നെ അങ്ങനെ ചെയ്യുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ അതിന് നീ ഒരു കാര്യം ചെയ്യുക. നീ ശാന്തമായൊരു കസേരയിലിരുന്ന് കണ്ണുകളടച്ച് അല്പസമയം ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുവരിക. എന്നിട്ട് നീ നിൻ്റെ ഭാര്യയെ തല്ലിയ സംഭവം നീ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നീ തന്നെ പറയണം, ഞാനിപ്പോൾ കാണിച്ചത് എൻ്റെ സ്വഭാവമല്ല, ഇത് എൻ്റെ അപ്പൻ്റെ സ്വഭാവമാണ്. ഞാൻ അപ്പനിൽ നിന്ന് പകർത്തിയതാണിത്. എന്നിട്ട് നീ അപ്പൻ അമ്മയെ തല്ലിയ ഒരു സംഭവം നീ മനസ്സിൽ കൊണ്ടുവരിക. അതിനുശേഷം അപ്പൻ്റെ മുഖം നീ മനസ്സിൽ കണ്ടിട്ട് പറയണം, അപ്പ ഇത് തെറ്റാണ്, ഇത് ഈശോയ്ക്ക് ഇഷ്ടമില്ല. അതിനാൽ അപ്പൻ്റെ ഭാഗത്ത് വന്ന ഈ തെറ്റിന് വേണ്ടി ഞാൻ ഈശോയോട് മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് അപ്പന് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. ഈശോയെ, എൻ്റെ അപ്പനോട് ക്ഷമിക്കണമേ. ഈശോയുടെ തിരുരക്തം കൊണ്ട് എൻ്റെ അപ്പനെ കഴുകണമേ. ഈ സ്വഭാവം വഴി അപ്പൻ്റെ ഭാഗത്ത് വന്നുപോയ എല്ലാ തെറ്റുകൾക്കും അപ്പന് വേണ്ടി ഞാൻ ഈശോയോട് മാപ്പ് ചോദിക്കുന്നു. ഈശോയെ അവിടുത്തെ രക്തം കൊണ്ട് അപ്പനെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം നീ വീണ്ടും ഭാര്യയെ തല്ലിയ സംഭവം നീ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നീ പറയുക, ഞാനിപ്പോൾ കാണിച്ചത് എൻ്റെ അപ്പൻ്റെ സ്വഭാവമാണ്. ഇനി ഞാൻ ഒരിക്കലും ഈ സ്വഭാവം കാണിക്കുകയില്ല. ഞാൻ ഈശോയുടെ സ്വഭാവമേ കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈശോയെ വന്നുപോയ തെറ്റിന് എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ഉള്ളിൽ കിടക്കുന്ന അപ്പൻ്റെ സ്വഭാവത്തെ അവിടുത്തെ രക്തം കൊണ്ട് കഴുകിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു 2, 3, 4 പ്രാവശ്യം നീ സാവധാനം കസേരയിരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ദേഷ്യം വരും. നീ പിന്നെ പക്ഷേ ഭാര്യയെ തല്ലിയല്ല. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് ഹല്ലേലൂയ. നമ്മുടെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന പല സ്വഭാവങ്ങളും അത് കിടക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലാണ്. ഈ ഉപബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്നൊക്കെയോ കോപ്പി അടിച്ചതാണ്. നമ്മുടെ ചിരി, നമ്മുടെ നടപ്പ്, ഇതൊക്കെ വേറെ ആരിൽ നിന്നോ നമ്മൾ പകർത്തിയതാണ്. അത് ആരിൽ നിന്നാണ് പകർത്തിയത് എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മളതിനെ ഉപബോധ മനസ്സിൽ നിന്ന് ബോധ മനസ്സിലേക്ക് പൊക്കിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് തീരുമാനമെടുത്താൽ നമുക്ക് നടപ്പാക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിക്കുന്നു, ഇതാ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും മറ്റൊരു ക്രിസ്തുവായി മാറണം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാത്രപ്പെടുത്തുക. വേറെ വാക്കിൽ പറഞ്ഞാൽ ഈശോ സഭയിൽ എന്താണോ ചെയ്തത് അതാണ് ഭാര്യയ്ക്ക് കുടുംബത്തിൽ ചെയ്യാനുള്ളത്, ഭർത്താവിന് കുടുംബത്തിൽ ചെയ്യാനുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ചെയ്യുവാനുള്ള വരമാണ്
പരിശുദ്ധാത്മാവ് വിവാഹമെന്ന കൂദാശയിലൂടെ നൽകുന്നത്. ഹല്ലേലൂയ. ഈശോ സഭയിൽ എന്താണ് ചെയ്തത് അതാണ് ഭാര്യയ്ക്കും ഭർത്താവിനും കുടുംബത്തിൽ ചെയ്യാനുള്ളത്. അത് വിവാഹമെന്ന കൂദാശയിൽ പരിശുദ്ധാത്മാവ് വരമായി നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. നമുക്ക് നോക്കാം ഈശോ സഭയിൽ എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. നമ്മുടെ പുതിയ നിയമം ബൈബിൾ വായിക്കുമ്പോൾ കാണുന്നു ഈശോ ഏറ്റവും കൂടുതൽ ചെയ്തത് രോഗശാന്തിയാണ്. മത്തായി 8:17 നമ്മൾ വായിക്കുകയാണ്, വൈകുന്നേരമായപ്പോൾ അനേക രോഗികൾ അവൻ്റെ അടുക്കിലേക്ക് വന്നു, അവരെല്ലാവരെയും അവർ വചനം കൊണ്ട് സുഖപ്പെടുത്തി. ഹല്ലേലൂയ. അപ്പോൾ ഈശോ ചെയ്ത മഹത്തായ ഒരു ശുശ്രൂഷയാണ് രോഗശാന്തിയുടെ ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, വിവാഹിതരായുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കുക, എല്ലാ മനുഷ്യരും കുറവുള്ളവരാണ്. നമ്മുടെ മാതാപിതാക്കന്മാരും കുറവുള്ളവരാണ്. ഈ കുറവുള്ള മാതാപിതാക്കന്മാരാണ് നിങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ധാരാളം കുറവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്, ധാരാളം മുറിവുകളും കാണും. ഈ മുറിവുകളും എല്ലാം സുഖപ്പെടുത്തുവാൻ ആവശ്യമായ വരം ഈ ബന്ധത്തിൻ്റെ അകത്തുണ്ട്. ഈശോ പറഞ്ഞൊരു കാര്യം ഓർക്കൂ, ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഹല്ലേലൂയ. ഞാൻ ദൈവവൈദ്യനാണ് എന്ന് ഈശോ പറഞ്ഞു. ഒരു സംശയം വേണ്ട, ജീവിത പങ്കാളിയെ സുഖപ്പെടുത്തുന്ന വൈദ്യനാണ് നീ. ഭാര്യ ഭർത്താവിലൂടെയും ഭർത്താവ് ഭാര്യയിലൂടെയും സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഒരു വൈദ്യൻ്റെ അടുക്കൽ ഒരു രോഗി വന്ന് രോഗവിവരമൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ വൈദ്യൻ ചാടി ഓടി പോവുക അല്ലല്ലോ ചെയ്യുക. എങ്ങനെ എനിക്ക് ഈ വ്യക്തിയെ സുഖപ്പെടുത്താൻ കഴിയും? അല്ല, തൻ്റെ കൈവശമുള്ള എല്ലാ മരുന്നും ഉപയോഗിക്കുകയായിരിക്കും വൈദ്യൻ ചെയ്യുക. നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിൻ്റെ ജീവിത പങ്കാളിയെ സുഖപ്പെടുത്തുവാനുള്ള മരുന്ന് നിൻ്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 7:14, 1 പത്രോസ് 3:1 ഈ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ കാണാൻ തയ്യാറാകുക. ഹല്ലേലൂയ. നിൻ്റെ ജീവിത പങ്കാളിയെ സുഖപ്പെടുത്തുവാനുള്ള വരങ്ങൾ നൽകിയാണ് ദൈവം നിങ്ങളെ വിവാഹമെന്ന കൂദാശയിലൂടെ അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു ഭർത്താവിന് അപ്പൻ്റെ സ്നേഹം കൊടുക്കാൻ കഴിയും. ഒരു ഭർത്താവിന് സഹോദരൻ്റെ സ്നേഹം കൊടുക്കാൻ കഴിയും. ഒരു ഭർത്താവിന് കൂട്ടുകാരൻ്റെ സ്നേഹം കൊടുക്കാൻ കഴിയും. ഭർത്താവിന് സ്നേഹം കൊടുക്കാൻ കഴിയും. ഒരു ഭാര്യയ്ക്ക് അമ്മയുടെ സ്നേഹം കൊടുക്കാൻ കഴിയും. ഒരു സഹോദരിയുടെ സ്നേഹം കൊടുക്കാൻ കഴിയും. ഒരു കൂട്ടുകാരിയുടെ സ്നേഹം കൊടുക്കാൻ കഴിയും. ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്നേഹം കൊടുക്കാൻ കഴിയും. ഉണ്ടോ? ഈ സ്നേഹമെല്ലാം നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിങ്ങളെ സുഖപ്പെടുത്താൻ ആവശ്യമായ ഒന്നാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അകത്ത്, ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അകത്ത് സൗഖ്യശക്തിയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഒന്നുകൂടെ കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കും. ഒരിക്കൽ ഒരു ഭർത്താവും ഭാര്യയും ഭാര്യയുടെ അമ്മയും ഇരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ ഭർത്താവ് പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ ഭാര്യയ്ക്ക് പൊട്ടിത്തെറിക്കുന്ന ദേഷ്യമാണ് എന്ന്. ഉടനെ ഈ ഭാര്യയുടെ അമ്മ പറയുകയാണ്, എൻ്റെ അച്ഛാ, ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ശാന്തമായ കൊച്ചാണ് ഇവള്. ഇവക്ക് അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടുപേരും പറഞ്ഞതും ശരിയാണ്. ഹല്ലേലൂയ. അമ്മായിമ്മ പറഞ്ഞതും ശരിയാണ്, ഭർത്താവ് പറഞ്ഞതും ശരിയാണ്. ഹല്ലേലൂയ. ഞാനിത് പറയുന്നത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിലൂടെ ധാരാളം മുറിവുകളും അങ്ങനെ പലതും നമ്മളിലുണ്ട്. പക്ഷേ ഇതൊക്കെ ശരിക്ക് അത് വെളിയിലേക്ക് വരുന്നത് വിവാഹ ജീവിതത്തിലാണ്. അതുവരെ ഈ പറഞ്ഞതൊന്നും ചിലപ്പോൾ ഈ ലക്ഷണങ്ങളൊന്നും കണ്ടെന്ന് വരികയില്ല. കാരണം ഏറ്റവും കൂടുതൽ നിങ്ങൾ പരസ്പരം സ്വതന്ത്രരായി നിൽക്കുന്നത് വിവാഹബന്ധത്തിലാണ്. ഹല്ലേലൂയ. മറയില്ലാത്ത ഒരു ബന്ധമാണത്. ഹല്ലേലൂയ. ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ലാത്തൊരു ബന്ധമാണത്. അതുകൊണ്ട് അവിടെയാണ് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം, ആ സ്വഭാവം എല്ലാം പുറത്തേക്ക് വരുന്നത്. ഹല്ലേലൂയ. അത് അങ്ങനെ വരട്ടെ. കാരണം നിൻ്റെ ജീവിത പങ്കാളിയെ ദൈവം അതെല്ലാം സുഖപ്പെടുത്തുവാനുള്ള ഒരു വൈദ്യനായി തന്നെയാണ് അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി കൈയടിക്കുക. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഞാനൊരിക്കൽ ഒരു സഹോദരിയുമായി സംസാരിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷമായി. ഈ 30 വർഷവും രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, അത്താഴം, ഈ 4 നേരവും 30 വർഷവും കുടുംബത്തിൽ ഭക്ഷണമുണ്ടാക്കി കൊടുത്തവളാണ്. ജോലി ചെയ്യുന്ന സ്ഥലം നോക്കുക, ഒരു ചെറിയ ഇടമാണ്. 30 വർഷം. രാവിലത്തെ കാര്യം കഴിഞ്ഞാൽ ഉടനെ ഉച്ചയ്ക്കുള്ള കാര്യമാകും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമായി. അതിനിടയിൽ കുട്ടികളെയും വളർത്തുന്നു. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കുന്നു? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, സ്നേഹമുണ്ടായിട്ടല്ലേ അച്ഛാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഇവിടെ ഇരിക്കുന്ന എല്ലാ ദമ്പതിമാരുടെയും ചരിത്രം ഇതാണ്. സ്നേഹമുണ്ടായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. കുടുംബനാഥന്മാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നു. ഇപ്പോൾ തൂമ്പാപ്പണി എടുക്കുന്ന ഒരാളെന്ന് സങ്കല്പിച്ച് ഒരു 4 മിനിറ്റ് നേരം നമ്മളൊന്ന് കളിക്കാൻ നോക്കിയാൽ നമ്മുടെ കൈ കഴിക്കും. ഈ ജോലി ചെയ്യുന്ന ആളുടെ കൈ ഇരുമ്പൊന്നുമല്ല. പിന്നെ എങ്ങനെ ഇത്രയും മണിക്കൂർ നീ ജോലി ചെയ്യുന്നു? ഒറ്റ വാക്ക്, സ്നേഹമുണ്ടായിട്ട്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഈ മാനുഷികമായ സ്നേഹം കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രയോ വലുതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനോട് ചേർന്ന് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വേണ്ടത്ര സ്നേഹത്തിൻ്റെ പ്രതികരണം കിട്ടാതെ വന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കൂട്ടത്തിൽ ദേഷ്യപ്പെടുകയും വഴക്കിടുകയും ചീത്ത പറയുകയും കലഹവും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരാണെങ്കിൽ ഈ ജോലി ചെയ്ത് മടുത്ത് കള്ളും കുടിച്ച് വീട്ടിൽ കയറി വരുന്നു. ഹല്ലേലൂയ. കുടുംബത്തിന് വേണ്ടി സ്നേഹമുള്ളത് കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ അതിന് കൂട്ടത്തിൽ ഇതൊക്കെ ഉണ്ട് താനും. ദേഷ്യവും അരിശവും കള്ളുകുടിയും വഴക്കവും കലഹവും ഒക്കെ ഉണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചേ. ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് മാറ്റിയാലോ? വഴക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ മാത്രം, അത് മാത്രമേ നമ്മുടെ കുടുംബത്തിലുള്ളെങ്കിൽ നമ്മുടെ കുടുംബം എത്ര വലിയ സ്വർഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സ്വർഗമാണിത്. ഹല്ലേലൂയ. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ വഴക്കും ദേഷ്യവും തല്ലും അടിയും ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് മാറ്റിക്കളഞ്ഞാൽ ഇത് സ്വർഗമാണ്. ഹല്ലേലൂയ. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. അപ്പം ഇവിടെ നമ്മളൊരു കാര്യം അറിയണം. വെറും മാനുഷികമായ സ്നേഹം കൊണ്ട് നമ്മൾ ഈ കുടുംബജീവിതം നയിച്ചാൽ ഈ മാനുഷികമായ സ്നേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും. കൊച്ചുങ്ങളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടും. ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ കിടന്ന് കഷ്ടപ്പെടും. എത്ര ക്ഷീണിച്ചിരുന്നാലും ജോലി ചെയ്യും. ഇതൊക്കെ മാനുഷികമായ സ്നേഹമുണ്ടെങ്കിൽ ചെയ്യും. മാനുഷിക സ്നേഹത്തിന് അങ്ങനെ ഒരു പവറുണ്ട്. ഹല്ലേലൂയ. പക്ഷേ മാനുഷികമായ സ്നേഹം അത് താൽക്കാലികമാണ്. ഹല്ലേലൂയ. അത് ഇടയ്ക്കിടയ്ക്ക് എല്ലാം പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും അങ്ങനെ പൊട്ടിത്തെറിച്ച് ഈ കുടുംബം നരകമായി മാറും. അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടി വെറും മാനുഷിക സ്നേഹം കൊണ്ട് കുടുംബജീവിതം വിജയിക്കുകയില്ല. അതുകൊണ്ട് ആ മാനുഷിക സ്നേഹത്തിൽ ഈശോയുടെ സ്നേഹവും വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മാനുഷിക സ്നേഹത്തിലേക്ക് ഈശോയുടെ സ്നേഹത്തെ പ്രവേശിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഈ വിവാഹമെന്ന കൂദാശ. ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹം ഇതിനകത്തോടെ പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്.